ടു അഡ്മിറ്റ് ഇറ്റ്, ഒരു കുറച്ച് അവരെനിക്ക് തന്ന ട്രീറ്റ്മെന്റ് ഇല്ലേ, അടി കിട്ടിയ പോലെ. വെൽക്കം ടു സെൻ ടോക്ക് വിത്ത് മമിത. എനിക്കറിയാം ഇപ്പോൾ കുറേ കാലം നമ്മൾ സെൻ ടോക്കിൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നല്ലേ. അപ്പം ഐ ഹേറ്റ് ടു അഡ്മിറ്റ് ഇറ്റ്, ഒരു കുറച്ച് കാലം വരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല, അതൊക്കെ ഒരു വെറും ഒരു തെറ്റായൊരു ഇതാണെന്നൊക്കെ പറഞ്ഞിരുന്നൊരു കാലമാണെന്ന് പറയില്ലേ. പക്ഷേ സംഭവം എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മളെങ്ങനെ ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ സക്സസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ എന്ന് പറയില്ലേ. ഒരു ഓൾമോസ്റ്റ് പകുതി പെർസെൻറ്റേജ് നമ്മൾ നല്ലോണം ഡ്രസ്സ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ലൈഫിൽ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മളെ അട്രാക്റ്റ് ചെയ്യുമെന്നാണ് പറയുക. അപ്പം ശരിക്കും അത് സയൻറ്റിഫിക്കലി പ്രൂവൺ തന്നെയാണ്. പക്ഷേ ഞാൻ ഒരു പോയിന്റ് വരെ ഞാൻ ഇതിന് എതിരെയായിരുന്നു. അതെങ്ങനെയാണ് ഒരാൾ ഡ്രസ്സിങ് വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യുക, അത് ഭയങ്കര തെറ്റായൊരു കാര്യം. ജഡ്ജ് ചെയ്യാന്നല്ല, ഞാൻ ഡെലിവറി കഴിഞ്ഞ ശേഷം ഞാൻ പറയുക കൈക്കിടലോ അല്ലെങ്കിൽ വാച്ചോ മോതിരം ഓട്ടോമാറ്റിക്കലി നമ്മൾ മക്കളെടുക്കുന്ന സമയത്ത് തട്ടുമല്ലോ. അപ്പോൾ അതിനെക്കൊണ്ട് അതൊക്കെ ഊരി വെച്ചിട്ട് ഭയങ്കര കെയർലെസ് ആയിട്ട് നടക്കുന്നതായിരുന്നു. പിന്നെ ഡ്രസ്സിങ് ആയാലും ചെയ്യാറുണ്ട്, പക്ഷേ കോൺഷ്യസ്ലി നമ്മൾ നല്ലോണം റെഡിയായി ഹെയറൊക്കെ സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഫേസൊക്കെ നല്ല സെറ്റപ്പാക്കി ഇയറിങ്സൊക്കെ കോൺഷ്യസ്ലി എടുത്ത് മാറ്റി ഉണ്ട് കയ്യിൽ. പക്ഷേ അതൊരു ഗ്യാപ്പ് വന്നപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് പോകാൻ തുടങ്ങി. അപ്പം എവിടെയോ നമ്മൾ ആ ഒരു ഡെലിവറീൻ്റെ ഒരു ഹാങ് ഓവർ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഡ്രീം ഡെൻ, ഞങ്ങൾ അറിയുന്നവർക്ക് അറിയാം, നമ്മളൊരു കുട്ടി സ്മോൾ ബിസിനസ്സാണ് ഡ്രീം ടെന്നിൽ ഞങ്ങൾക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വന്ന്. ബിസിനസ് ഓപ്പർച്യൂണിറ്റി ചെറിയ രീതിയിലൊരു ഡെക്കറേഷൻ്റെ കാര്യം, അങ്ങനത്തെ കുറച്ച് ഇൻവിറ്റേഷൻ്റെ അതൊക്കെ ആയിട്ട്. അപ്പം ഡയറക്റ്റ് അവരെ പോയി മീറ്റ് ചെയ്താൽ നമുക്ക് ഡീല് സംസാരിക്കാം, അങ്ങനെയായിരുന്നു പറഞ്ഞത്. അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഒരു വൈറ്റ് ഒരു ഹാഫ് ഷോർട്ട് കുർത്തിയും പിന്നെ ഒരു പാൻറ്റ് ഇട്ടിട്ടായിരുന്നു പോയത്. പക്ഷേ ഞാൻ മുടിയൊന്നും അങ്ങനെ എന്താ പറയുക, ഞാൻ ഇയറിങ്സോ അങ്ങനത്തെ മൊത്തത്തിലുള്ള മേക്കപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാതെ ജസ്റ്റ് റാൻഡമായിട്ട് പോയതാണ്. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ വർക്കല്ലേ മാറ്റർ. ഞങ്ങളെ പേജും ഞങ്ങളെ കണ്ടൻറ്റും ഒക്കെ കണ്ടിട്ടല്ലേ അവർ വന്നത്. അപ്പോൾ വർക്കിലാണ് കാര്യം കിടക്കുന്നത് വെച്ചാൽ ഞാൻ അത്ര അങ്ങോട്ട് കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്ന് പറയില്ലേ. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞപ്പം അവരെനിക്ക് തന്ന ട്രീറ്റ്മെൻറ്റ് ഇല്ലേ, അയ്യോ അതെനിക്ക് അടി കിട്ടിയ പോലെയായിപ്പോയി എന്ന് പറയില്ലേ. ഭയങ്കര ഹോപ്പോടെ പോയതായിരുന്നു, പക്ഷേ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിപ്പോയി അന്ന്. ബിക്കോസ് എനിക്ക് തോന്നിയ അവരെൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ പേരിൽ അവർക്ക് എന്നെ താഴ്ത്തി കാണുന്ന പോലെ ഒരു ഫീൽ എന്ന് പറയില്ല, അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റ് വിചാരിച്ചത്ര റെസ്പെക്റ്റ് ഇല്ല. വർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വിളിച്ച്, പക്ഷേ ആളെ കണ്ടിട്ട് ഡ്രസ്സിങ് ഓക്കെ, ഞാൻ തെറ്റായ ഡ്രസ്സൊന്നുമല്ല, നല്ലൊരു കുർത്തിയും ഒരു പാൻറ്റും ഇട്ടത്. പക്ഷേ എനിക്ക് തോന്നി അവർ ഈ ഒരു ഡെക്കറേഷൻ ടീം അങ്ങനെയൊക്കെ വിചാരിക്കുമ്പം അവരെ കോൺസെപ്റ്റിൽ ഉള്ളൊരു ഡ്രസ്സിങ് ടൈപ്പ് വേറെ ആയിരുന്നു എന്ന് പറയില്ലേ. പക്ഷേ ഞാനിവിടെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഡ്രസ് ചെയ്യണ്ട. ബട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുമ്പം എവിടെയോ സൊസൈറ്റിയിൽ അത് മാറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യാവസ്ഥ അന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയില്ലേ. അന്ന് ഓട്ടോയിൽ ഞാൻ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ഇത്രയും കാലം ഞാൻ ഒന്നുമില്ല, ഇതൊക്കെ വെറുതെയാണ്, അങ്ങനെ ചിന്തിക്കുന്ന പോലാണ് അങ്ങനെയെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ അന്ന് ശരിക്കും അത് എന്താ പറയുക, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചപ്പോഴാണ് അതെ ശരിക്കും അത് സത്യമാണെന്ന് പറയില്ലേ. ശരിക്കും അന്ന് ഞാൻ ആ ഓട്ടോയിൽ തിരിച്ചു വരുന്ന വഴിക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി, കൂടുതൽ ഞാൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു എന്നെ ചിന്തിപ്പിച്ചിട്ട് കുറേ മാറ്റിപ്പിച്ച ഒരു ചിന്താഗതി എൻ്റെ കംപ്ലീറ്റ് മാറിയതാണ് ആ റൈഡ് എന്ന് പറയില്ലേ. ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ 90% കമ്മ്യൂണിക്കേഷനും നോൺ വെർബലാണ്. നമ്മളെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സിങ് അതിലാണ് വരുന്നത് എന്നുള്ള സത്യാവസ്ഥ എനിക്ക് അന്ന്. ഒരു 55% ബോഡി ലാംഗ്വേജ്, ബാക്കി 38% ഒക്കെ ഒരു ടോണ്, അങ്ങനെ മൊത്തത്തിൽ വരുന്നതാണ്. അങ്ങനെ കംപ്ലീറ്റ് എൻ്റെ ഒരു മൈൻഡ് എന്താ വെച്ചാൽ നമ്മൾ പോയിട്ട് നമ്മളിങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ വർക്ക് കാണിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു, അവർക്ക് എന്താ ഇഷ്ടപ്പെട്ടെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലായാൽ അല്ലെങ്കിൽ നമ്മളെ വർക്ക് കണ്ടാൽ അവർ ഇതാക്കുമെന്ന് പറയില്ല. പക്ഷേ അതങ്ങനെയല്ല. അന്ന് അവരെന്നെ ട്രീറ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഞാൻ അവരെ ഷോപ്പിൽ പോയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നേ, ഞാൻ തന്നെ വിചാരിച്ച് എവിടെ എന്താ മിസ്റ്റേക്ക്, എന്തുകൊണ്ടാണ് ഇവരെന്നെ മൈൻഡ് ചെയ്യാത്തത്. എനിക്കും ആദ്യമായിട്ടോ അങ്ങനത്തെ ഒരു ഇത്. സാധാരണ ഞാൻ എല്ലായിടത്തും നല്ലോണം റെഡി ആയിട്ടൊക്കെയാണ് പോയത്. അന്നെന്തോ എല്ലാം കൂടി തിരക്കായിട്ട് ചെയ്തു പോയതാണ്. പക്ഷേ ഭയങ്കര ഒരു ഓപ്പണിങ് സംഭവമായിരുന്നു അതെന്ന് പറയും. അതൊരു അങ്ങനെയാണ് ഹ്യൂമൻ ബിഹേവിയർ, അല്ലെങ്കിൽ അങ്ങനെയാണ് ബ്രെയിൻ വർക്ക് ചെയ്യുക മനുഷ്യന്മാർ എന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് ഒരു അപ്രോച്ച് കണ്ടാൽ അവരെ ഡ്രസ്സ് എന്താ. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു ഒപ്പീനിയൻ അല്ല കേട്ടോ, ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. എനിക്ക് തോന്നിയൊരു ഇത് എനിക്ക് പറയണമെന്ന് തോന്നി. ആൻഡ് സംവേ ദാറ്റ് ഈസ് ഹാർഡ് ട്രൂത്ത് എന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നൊരു അവസ്ഥ എന്ന് പറയില്ലേ, അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത് ശരിക്കും എങ്ങനെയാ വെച്ചാൽ ഹ്യൂമൻ ബിഹേവിയർ ആണ്, അങ്ങനെയാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. ഒരു ഫിസിക്കൽ അപ്പിയറൻസ്
അപ്പിയറൻസ് വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യുക അതൊന്നല്ല കേട്ടോ. ഇപ്പം നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ നല്ലോണം ഡ്രസ്സ് ചെയ്ത് പോകുന്ന എവിടെയോ നമുക്ക് നല്ല ബോധ്യമുള്ളതിനെ കൊണ്ടല്ലേ നമ്മളൊരു ഇതിനെ വെച്ചിട്ടാണ് മനസ്സിലാവുക എന്നുള്ളത്. അത് ഞാൻ പറയില്ല അങ്ങനത്തെ ഒരു സംഭവം, പക്ഷെ അത് നോർമൽ ഡേ ടു ഡേ ലൈഫിലും അത് എഫക്റ്റീവാണ് അല്ലെങ്കിൽ അത് നടക്കുന്നൊരു സംഭവമാണെന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് തോന്നി അതൊരു ഷെയർ ചെയ്യണം നിങ്ങളെ കൂടെ. ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നുള്ളത് അത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യണമെന്നില്ല, പക്ഷെ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ അവർക്കൊരു സിഗ്നൽസ് കൊടുക്കുകയാണ് ബ്രെയിൻ എന്ന് പറയില്ലേ. അങ്ങനത്തെ ഒരു നമ്മൾ നല്ലോണം ഡ്രസ്സ് ചെയ്യുന്നത് വെച്ചിട്ട് ഒരു ഹ്യൂജ് ഷിഫ്റ്റ് തന്നെ നടക്കും നമ്മളെങ്ങനെ ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അത് അവരെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, പക്ഷേ ശരിക്കും അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആണ്. പക്ഷേ സത്യാവസ്ഥ ഏതാണെന്നുള്ളത് അത് അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനത്തെ ഒരു സംഭവമാണ്. അന്ന് ഞാനൊരു പഠിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, ഹൗ യു ഡ്രസ്, അത് ജസ്റ്റ് ഒരു നോർമൽ ഇപ്പോൾ പെട്രോൾ അടിക്കാൻ പോകുക അല്ലെങ്കിൽ ചായ കുടിക്കാൻ പോകുക അങ്ങനെയല്ല കേട്ടോ. നമ്മളൊരു ബിസിനസ് റിലേറ്റഡ് സംഭവത്തിന് പോവുകയാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾക്ക് പോവുകയാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അപ്പിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെൽ ഡ്രസ് ആയാലേ ഉള്ളൂ നമുക്ക് വേണ്ട റെസ്പെക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി മാറും എന്നുള്ളത്. ഇപ്പം നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി മാറ്ററാണ് എന്ന് പറയില്ലേ. അപ്പം ഇന്നെന്താ വെച്ചാൽ നമ്മളിപ്പം അത് എക്സ്ട്രാ അത് ഫേക്കാവാന്നല്ല നല്ലോണം ഡ്രസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫുൾ ഡ്രസ്സപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറും എന്നുള്ളത് ഫേക്ക് എന്നല്ല. പക്ഷെ നമ്മൾ ഒത്തൻറ്റിക് വേ ഓഫ് പ്രസൻറ്റിങ് ആ സെൽഫ് എന്നൊക്കെ പറയില്ലേ, അത് നമ്മളെ കുറച്ചും കൂടി നമ്മളെ കുറച്ചും കൂടി ഒരു ആൾക്കാർ കാണുന്ന വിധം അല്ലെങ്കിൽ നമ്മളോട് അപ്രോച്ച് ചെയ്യുന്ന വിധം. പിന്നെ അതുകൂടാതെ നമ്മളിപ്പോൾ ഒരു ബിസിനസ് അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ബിറ്റ് എക്സ്ട്രാ പോയിൻ്റ് നമുക്ക് കിട്ടും എന്ന് പറയില്ലേ. ബാക്കി കണ്ടിട്ട് ബാക്കി കിടക്കുന്നു, പക്ഷേ നമ്മളൊരു ഫസ്റ്റ് അപ്രോച്ച് വരുന്ന സമയത്ത് ഒരു പോയിൻ്റ് എക്സ്ട്രാ വരും എന്നുള്ളത് എവിടെയോ സത്യമാണെന്ന് പറയില്ലേ. അപ്പോൾ ശരിക്കും നമ്മൾ നല്ലോണം ഡ്രസ്സ് ചെയ്ത് നല്ലോണം നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ, അതിൻ്റെ അടുത്ത് ഫുൾ ബ്രാൻഡഡ് ഇടുക അങ്ങനെയല്ല കേട്ടോ, നമ്മളെ തന്നെ നല്ല നീറ്റായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ തന്നെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും കുറേ ചേഞ്ചസ് നമ്മളെ ചുറ്റും നടക്കുമെന്ന് പറയും. എനിക്ക് ശരിക്കും അത് പറയാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, എനിക്ക് ആൾക്കാരെ ബിഹേവിയറിൽ എനിക്ക് ശരിക്കും ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്കിത് പിന്നെ കൂടുതൽ ചിന്തിപ്പിച്ച വേറൊരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് ബേബി ഉണ്ടാവുന്നതിൻ്റെ മുന്നേ, ഇപ്പം പ്രസവത്തിൻ്റെ മുന്നേ തന്നെ ഞാൻ ഇതൊക്കെ നല്ലോണം നോക്കിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. ബിക്കോസ് നമുക്ക് അതിന് ടൈം ഉണ്ടാവും, നമുക്ക് ചിന്തിക്കാൻ വേറെ ഒന്നുമില്ല, അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയില്ലേ. പക്ഷേ ഡെലിവറിക്ക് ശേഷം ഇമ്പോർട്ടൻസ് മാറി, പ്രയോറിറ്റി മാറി, രീതികൾ മാറി. ഈ ഒരു സംഭവം ഉണ്ടായതിന് ശേഷമാണ് ഞാനും നമ്മൾ എന്തായിരുന്നു, നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, ഇത് ഇപ്പോഴെങ്കിലും അത് റിയലൈസ് ചെയ്ത് മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പഴയ പോലെ ആവാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം അതിനുശേഷം ഞാൻ കോൺഷ്യസ്ലി നമ്മളിതൊക്കെ ചെയ്യണം, നമ്മൾ അങ്ങനെയല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത്, പിന്നെ എന്തിനാണ് ഇപ്പം എല്ലാം വേണ്ടാന്ന് വെക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ശ്രദ്ധ മാറി എന്ന് പറയില്ലേ. അപ്പോൾ അതിനുശേഷം ഞാൻ മാറ്റങ്ങൾ വരുത്തി പഴയ പോലെ തന്നെ ആയി. പക്ഷേ എനിക്കെന്നെ മനസ്സിലായിട്ടിരുന്നത്, ഞാൻ പിന്നെ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്, അതേ ആൾക്കാരെ ബിഹേവിയറിൽ തന്നെ ഡിഫറൻസ് ഉണ്ടെന്ന് പറയില്ലേ. ഇപ്പം ഡെലിവറീൻ്റെ മുന്നേ ആൾക്കാരെന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടും ഇപ്പോൾ എസ്പെഷ്യലി നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും ഇപ്പോൾ ഒരു ബിസിനസ് റിലേറ്റഡ് ആയാലും അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഞാൻ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നല്ല വെൽ ഡ്രസ്ഡ് ആണെങ്കിൽ നമുക്ക് കോൺഫിഡൻസും വരും. അങ്ങനെയാണല്ലോ ശരിക്കും. നമ്മൾ വെൽ ഡ്രസ്ഡ് ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് വരും. അപ്പോൾ അതിനനുസരിച്ച് കണക്റ്റഡ് ആണല്ലോ ബാക്കി കുറേ സംഭവങ്ങൾ. അപ്പം എൻഡ് ഓഫ് ദ ഡേ ഇതാണ്. അപ്പോൾ ഇന്നത്തെ സെൻഡ് ടോക്ക് ഞാൻ പറയുന്നത് ബ്രാൻഡ്സ് എടുക്കുക അങ്ങനത്തെ സംഭവമല്ല. പക്ഷേ എനിക്കറിയാം കുറേ അമ്മമാർ എന്നെപ്പോലെ ഇപ്പം എൻ്റെ വയസ്സിൽ കുറേ ആൾക്കാർ നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മളെ ഭയങ്കര ലൈഫിൽ ഭയങ്കര ബിസിയാണ് നമുക്ക് ഓരോ ഓട്ടപ്പാച്ചിലും ഇതൊക്കെയാണ്. പക്ഷേ ഒരിക്കലും മറന്നു പോകരുത് നമ്മളെ തന്നെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ, ഡ്രസ്സപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് ഇറ്റ്സ് നോട്ട് ഓവർ, ഇറ്റ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ്. നമുക്ക് ഇപ്പോഴും പഴയ പോലെ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും, അതേപോലെ ചെയ്യണം എന്തായാലും. ബിക്കോസ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് വേൾഡ് എന്ന് പറയില്ലേ. അതാണ് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞത്. ഐ ഹേറ്റ് ടു അഡ്മിറ്റ് ഇറ്റ്, ബിക്കോസ് ഇതിന് ഞാൻ എതിരെ ഭയങ്കര സംസാരിച്ചിരുന്ന ആളാണ്. പക്ഷേ എനിക്ക് സ്വന്തം അനുഭവം വന്നപ്പോഴാണ് എന്നെ ചിന്തിപ്പിച്ചിട്ട് ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നത് ഇവിടെ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് അടിക്കുക. ഇതിനെതിരെയാണ് എന്തെങ്കിലും നിങ്ങൾ ഇത് വെച്ചാൽ അതും അറിയാം. നമുക്ക് കൂടുതൽ ഷെയറിങ്ങിലൂടെ ആണല്ലോ കൂടുതൽ അറിയാൻ പറ്റുക, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുക. അപ്പം ദിസ് ഇസ് 10% മമിത സൈനിങ് ഓഫ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ടാറ്റാ.